ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എന്തെല്ലാം എല്ലാവരും വർത്താനം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ആണ്. ഇന്ന് ലീവുള്ള ദിവസമാണല്ലോ. അപ്പോൾ ഉച്ചക്ക് ഉണ്ടാക്കിയതാണ് ചിക്കൻ കറി. ഇന്ന് ഗീ റൈസ് ആയിരുന്നു. പിന്നെ വെണ്ടക്കൻ്റെ കറി എൻ്റെ വീഡിയോ ഉണ്ടായ ഇതിൽ വന്നിട്ടില്ല. അപ്പോൾ അതെല്ലാം ഉണ്ടാക്കി. അപ്പോൾ പിന്നെ നമുക്ക് പുളിമരണ്ടേ, എന്താ പറയുക, ഇരുമ്പിപ്പുളി എന്ന് പറയും, ചിലവർ മരപ്പുളി എന്നൊക്കെ പറയും. എന്താ ഓരോ നാട്ടിലും ഓരോ പേരാണല്ലോ. ഞങ്ങളിത് അച്ചാറിടുകയും ഉപ്പിലിടുകയും കറി വെക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ ഉണ്ടാകുന്ന സീസണാണ്. ഇപ്പോൾ എല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അതൊക്കെ പറിച്ച് വെച്ച് ചിലപ്പോൾ വേപ്പില എളുപ്പമാണല്ലോ. ഒഴിവുള്ള ദിവസമല്ല ഇതൊക്കെ ചെയ്യുക. പിന്നെ നമ്മളെ വോട്ടവകാശം വിനിയോഗിക്കാൻ വേണ്ടി പോയി. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള സ്കൂളായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ അപ്പോൾ അവിടെയൊക്കെ പോയി ഞാനും എൻ്റെ ഓളമെല്ലാം പോയി. അതൊക്കെ ചെയ്ത് പിന്നെ തിരിച്ച് വന്നതിന് ശേഷം വൈകിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. ഞാൻ എലത്തൂർ അവിടെ ബീച്ചിൻ്റെ ആണ്. അപ്പോൾ അവിടെ പോയപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു ചായ കുടിച്ച്. എലത്തൂർ ബീച്ച് ഇപ്പോൾ ആയി വരികയാണ്. കപ്പാട് പോലെ കഴിഞ്ഞ് ആയി കുറച്ച് കാലം കഴിഞ്ഞ് അങ്ങനെ ആയി വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ തുടങ്ങി, ഷോപ്പ് കാര്യങ്ങളൊക്കെ തുടങ്ങി, ആളുകളൊക്കെ വന്നിരുന്ന് ഇങ്ങനെ കപ്പാട് ബീച്ചൊക്കെ പോലെ തന്നെയുള്ളൊരു പുരോഗതി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബൈക്ക് റേസും പിന്നെ അതേപോലെ ജീപ്പിൽ ഇങ്ങനെ ചുറ്റിക്കാണുന്ന സംവിധാനവും അതൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വൈകിട്ടായതുകൊണ്ട് സൂര്യാസ്തമനം കാണാമല്ലോ വിചാരിച്ച് അങ്ങനെ വൈകിട്ട് ഇറങ്ങിയത്. പിന്നെ മെയിനായിട്ട് പോയത് പെണ്ണേലി എന്ന് പറഞ്ഞത് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പോയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് പറഞ്ഞതായിരുന്നു അങ്ങനെ വരാൻ വേണ്ടി, അങ്ങനെ ഞങ്ങൾ പോയതാണ്. പക്ഷേ കുറച്ച് പിന്നെ കുറച്ച് അവിടെ നിന്ന് കിട്ടി, കുറച്ച് ഉണ്ടായിരുന്നു അല്ലേ, മക്കളെല്ലാം എടുത്തതൊക്കെ അതും കിട്ടി. പിന്നെ കുറച്ച് ഞങ്ങൾ പെറുക്കുകയും ചെയ്തു. അവിടെ നിന്ന് കുറച്ചിങ്ങനെ കടലിലേക്ക് നടന്ന്, ആഴം കുറവാണ്, പിന്നെ തിരയും കുറവാണ്, നല്ല ഇതുണ്ട് അവിടെ പോയി ഇരിക്കാനൊക്കെ. ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും പോയി അത് കണ്ട അതാണ്. അങ്ങനെ കുറച്ച് ഞങ്ങൾ അവിടുന്ന് പെണലി എന്നറിയും, അത് ഓരിക്കാന്നറിയും. ഈ എരുന്തിൻ്റെ വേറൊരു ടൈപ്പാണ് അവിടെ. ഈ ഒരു സീസൺ ആയാൽ എല്ലാവരും പോയിട്ട് പെറുക്കും. ഇഷ്ടംപോലെ ഓരോരുത്തർ പെറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ നന്നായിട്ട് അത് കഴുകണം, നന്നായിട്ട് കഴുകി. പിന്നെ അതുകൊണ്ട് ഇത് ഫ്രൈ ചെയ്യാം, അതുകൊണ്ട് പൊരിക്കുക ഒക്കെ ചെയ്യുക. നല്ല ടേസ്റ്റ്. ഞാനിതുവരെ കഴിച്ചിട്ടില്ല, ഒറ്റ പ്രാവശ്യത്തെ കഴിച്ചിട്ടെന്ന് തോന്നുന്നത് ഓർമ്മയില്ല. ഓരോരുത്തർ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉള്ളതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കഴുകി ഞാൻ പിന്നെ കുറേ പ്രാവശ്യം കഴുകിക്കുന്നതിൻ്റെ വെള്ളം എല്ലാം ഉണ്ടായി വരുന്നൊരു മണ്ണുണ്ടാകുമല്ലോ. നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഞാൻ പിന്നെ അടുപ്പത്ത് പെട്ടെന്ന് തന്നെ ഇതാവും എന്നൊക്കെ പറഞ്ഞോള് ഫ്രണ്ട് പറഞ്ഞു. ഓർക്ക് എപ്പോഴും കിട്ടും പോലെ, ഒരു വീട് പുറത്താണ്, അപ്പോൾ അടുത്ത് തന്നെയാണ്. അപ്പോൾ എന്താ അടുപ്പത്ത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി എടുത്തിട്ട് അത് ചെയ്യണം. അപ്പം വീഡിയോ കണ്ടാലേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഷെയറും സബ്സ്ക്രൈബൊക്കെയാണ് ഞങ്ങളെ വിജയം. ഈ ഒരു ഫീൽഡും പരിചയമില്ലാത്തപ്പോൾ അത് പരിചിതമായി. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. നമുക്കറിയാം, യൂട്യൂബും കാര്യങ്ങളൊക്കെ തന്നെ നമുക്കത്ര എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. ഇപ്പോൾ ഒക്കെ റെഡിയായി ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാം. ഇനി ഇത് ഫ്രൈ ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എങ്ങനെ ഉണ്ട് നോക്കട്ടെ. അപ്പോൾ ഒരു വീഡിയോ കൂടി എടുക്കാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നാൽ പറഞ്ഞ പോലെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.